സ്വഭാവം കണ്ട് എനിക്ക് പേടിയാവുന്നു. എന്താ? എന്തു പറ്റി? ഒരു അനുസരണയില്ല. എന്തെങ്കിലും പറഞ്ഞാലോ നോ എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കളി മാത്രമായിട്ടുണ്ട് ചിന്ത. നോ, എനിക്ക് കുളിക്കണ്ട. നോ, ഞാൻ തരില്ല. എനിക്ക് ഗെയിം കളിക്കണം. നോ, എനിക്ക് വേണ്ട. ആദ്യം ഭക്ഷണത്തോട് മാത്രമായിരുന്നു നോ. ഇപ്പോ അങ്ങനെയല്ല, എല്ലാത്തിനോടും നോ എന്നായിട്ടുണ്ട്. എന്താ ചെയ്യാ? അവൻ കൊച്ചുകുട്ടിയല്ലേ, ശരിയായിക്കോളും. നിങ്ങളാണ് ഇവനെ ഇങ്ങനെ ഓമനിച്ച് വഷളാക്കുന്നത്. അടുത്ത മാസം ഇവന് 6 വയസ്സാകാൻ പോവുകയാ. അറിയോ നിങ്ങൾക്ക്? നമുക്ക് അലക്സിന്റെ മുത്തച്ഛനോടൊന്ന് സംസാരിക്കാം. പുള്ളിക്കാരൻ പണ്ടത്തെ റിട്ടയർഡ് അധ്യാപകനല്ലേ. എന്നാ വൈകിപ്പിക്കണ്ട, നിങ്ങൾ ഇപ്പം തന്നെ വിളിച്ചൊന്ന് സംസാരിക്കും. ഹലോ, ഇത് അലക്സിന്റെ ഗ്രാൻഡ് ഫാദർ അല്ലേ? അതേലോ, ആരാണ്? ഞാൻ ടോമിയുടെ ഫാദറാണ്. ആ, പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? ഞാൻ ഒരു സീരിയസ് മാറ്റർ സംസാരിക്കാനാണ് വിളിച്ചത്. എന്താണ്? എന്തു പറ്റി? അറിയാലോ, ടോമിയുടെ കാര്യം തന്നെ. അവന് കുറച്ച് കുസൃതി കൂടുതലാണ്. ഇപ്പോൾ തീരെ അനുസരണമില്ല. എന്തിനും നോ മാത്രം. നാളെ രാവിലെ അവനെയും കൊണ്ട് വീട്ടിലേക്ക് വരും. നമുക്ക് നേരിട്ട് സംസാരിക്കാം. എനിക്ക് അവനെ ഒന്ന് കാണണം. ഓക്കെ, നാളെ വരാം. ടോമിക്ക് ഇത് വേണോ? ആ, വേണം വേണം. ടോമി, വാ, നമുക്കൊന്ന് നടന്നിട്ട് വരാം. ഓക്കേ. ടോമി, എനിക്ക് ആ തൈ പറിച്ചു തരാമോ? അതിനെന്താ, ഇപ്പൊ പറിച്ചു തരാലോ. നിസാരം. ടോമി, എനിക്ക് ആ ചെടി പറിച്ചു തരാമോ? നോ പ്രോബ്ലം, വെയിറ്റ്. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ, ഞാൻ ശക്തിമാനാ, ശക്തിമാൻ. ആണോ? എന്നാൽ ആ കാണുന്ന മരമൊന്ന് പറിച്ചേ. വാവ്, ദിസ് ഈസ് വെരി ബിഗ് ട്രീ. ഐ കാൺ പറിക്കലു. ഒന്ന് ശ്രമിച്ചു നോക്ക്. എന്നെ കൊണ്ടൊന്നും പറ്റില്ല സാറേ. നമുക്ക് JCB വിളിക്കാം. ആഹാ, കണ്ടില്ലേ, ചെടികളും മരങ്ങളും പോലെയാണ് മോശം ശീലങ്ങളും. തൈകൾ പോലെ പുതുതായിരിക്കുമ്പോൾ നിങ്ങൾക്കവ വേഗത്തിലും എളുപ്പത്തിലും ഇല്ലാതാക്കാം. എന്നാൽ നിങ്ങൾ അവരെ നീക്കാനും വളരാനും അനുവദിച്ചാൽ അവ ശക്തി പ്രാപിക്കുകയും അതിനെ ഒഴിവാക്കാൻ കഴിയാത്ത പഴയ വൃക്ഷം പോലെ ആവുകയും ചെയ്യും. അതുകൊണ്ട് അമ്മയും അച്ഛനും പറയുന്നത് കേട്ട് നല്ല കുട്ടിയായി വളരണം. മോശം ശീലങ്ങളിലെ മാറ്റം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. എനിക്കെന്റെ തെറ്റ് മനസ്സിലായി. ഇനി ഞാൻ അനുസരണക്കേട് കാണിക്കില്ല. ഇനി എന്നും ഞാൻ നല്ല കുട്ടിയായിരിക്കും. ഗുഡ് ബോയ്. ഒരിക്കൽ നമ്മുടെ മന്ത്രി വനപാതയിലൂടെ കുതിരപ്പുറത്തേറി ഒരു ദീർഘയാത്ര പുറപ്പെട്ടു. അക്കാലത്ത് മറ്റൊരു നഗരത്തിലെത്താൻ കാട്ടിലൂടെ ദീർഘദൂരം സഞ്ചരിക്കണം. പെട്ടെന്നാണ് വഴിയിൽ മറ്റൊരു യാത്രക്കാരനെ നമ്മുടെ മന്ത്രി കണ്ടത്. നിങ്ങൾ എന്താണ് ഇവിടെ നിൽക്കുന്നത്? എങ്ങോട്ടേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത്? ഞാൻ പട്ടണത്തിലേക്ക് പോവുകയായിരുന്നു. എനിക്ക് വഴി തെറ്റി. എന്നെ ഒന്ന് സഹായിക്കാമോ? അതിനെന്താ, ഞാനും പട്ടണത്തിലേക്കാണ്. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. അങ്ങനെ 2 പേരും കൂടി കുതിരപ്പുറത്ത് കയറി യാത്ര തുടർന്നു. ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടോ? 2 രാത്രികൾ കഴിയണം പട്ടണത്തിലേക്ക് എത്താൻ. അങ്ങനെയെങ്കിൽ ഇവിടെ അടുത്ത് എനിക്ക് അറിയാവുന്ന ഒരു വിശ്രമ മന്ദിരമുണ്ട്. ഇന്ന് രാത്രി നമുക്ക് അവിടെ തങ്ങി നാളെ വെളുപ്പിന് യാത്ര തുടരാം. എന്താ? അങ്ങനെ ആവട്ടെ.
പരിചയപ്പെടാൻ മറന്നു. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് അമർനാഥ്. എന്ത് ചെയ്യുന്നു? പട്ടണത്തിൽ എനിക്ക് പഴഞ്ചാറ് വിൽക്കുന്ന ഒരു കടയുണ്ട്. പഴഞ്ചാറ് കുടിച്ചിട്ട് നാളുകളായി. നിങ്ങളുടെ കയ്യിലുണ്ടോ? വല്ലാത്ത ക്ഷീണം. പൂവ്, ഞാൻ പട്ടണത്തിലേക്ക് കൊണ്ടുപോകുന്ന കുറച്ച് കുപ്പികളുണ്ട്. അതിലൊരു കുപ്പി എടുക്കട്ടെ? അതിനെന്താ, ക്ഷീണം അകറ്റാലോ. അയാൾ തന്റെ ബാഗിലുള്ള പാനീയം മന്ത്രിക്ക് കൊടുത്തു. മന്ത്രി പാനീയം കുടിച്ചതും ബോധം കെട്ടു വീണു. ഈ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു അയാൾ. യഥാർത്ഥത്തിൽ അയാൾ യാത്രക്കാരനായിരുന്നില്ല, യാത്രക്കാരെ കൊള്ളയടിക്കുന്ന ഒരു കള്ളനായിരുന്നു അയാൾ. മന്ത്രിക്ക് ഉറക്കം വരാനുള്ള മരുന്ന് കലക്കിയ പാനീയമായിരുന്നു അയാൾ കൊടുത്തത്. അയാൾ മെല്ലെ എഴുന്നേറ്റ് മന്ത്രിയുടെ തലയ്ക്കടിയിൽ മന്ത്രിയെ ശല്യം ചെയ്യാതെ പരതി നോക്കി. പക്ഷെ ഒന്നും കണ്ടെത്താനായില്ല. പണം വെക്കുന്ന മന്ത്രിയുടെ പോക്കറ്റിൽ അയാൾ ശ്രദ്ധാപൂർവം തിരഞ്ഞു. പക്ഷെ ഒരു പൈസ പോലും കണ്ടെത്താനായില്ല. ക്ഷമ കെട്ട് അയാൾ കുതിരയുടെ പുറത്തും തിരഞ്ഞു. നിരാശയായിരുന്നു ഫലം. അങ്ങനെ അയാൾ നിരാശയോടെ അന്ന് രാത്രി അവിടെ തന്നെ കിടന്നുറങ്ങി. ഇന്നലെ കണ്ണടച്ചതേ ഓർമ്മയുള്ളൂ. ക്ഷീണം കാരണം വേഗം ഉറങ്ങിപ്പോയി. അതെ അതെ, ഞാനും. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ഇരുവരും യാത്ര തുടർന്നു. പല കഥകൾ പറഞ്ഞും തമാശകൾ പറഞ്ഞും പഴങ്ങൾ പറിച്ചു തിന്നും രണ്ടാമത്തെ രാത്രിയായതും അവരറിഞ്ഞില്ല. കള്ളന്മാർ ഒരുപാടുള്ള സ്ഥലമാണ്, ഇവിടെ സൂക്ഷിക്കണം. അതെ, ഇവിടെ അടുത്ത് ഞാൻ തങ്ങാറുള്ള ഒരു വിശ്രമ കേന്ദ്രമുണ്ട്. ഇന്ന് നമുക്ക് അവിടെ തങ്ങാം. എന്താ? പതിവ് പോലെ യാത്രക്കാരൻ തന്റെ പാനീയം മന്ത്രിക്ക് നീട്ടി. മന്ത്രി അത് കുടിച്ച് ബോധം കെട്ടുറങ്ങി. കള്ളൻ വീണ്ടും അവിടെയെല്ലാം തിരയാൻ തുടങ്ങി. പക്ഷെ ഒന്നും കിട്ടിയില്ല. വീണ്ടും നിരാശനായി കിടന്നുറങ്ങി. അടുത്ത ദിവസം 2 യാത്രക്കാരും വിശുദ്ധ നഗരമായ തിരുപ്പതിയിലെത്തി. ഇതാ, ഈ പണം കയ്യിൽ വെച്ചുകൊള്ളുക, എന്റെ ഒരു സന്തോഷത്തിന്. നന്ദിയുണ്ട്. അങ്ങ് കോപിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ? എന്തു പറ്റി? എന്താണ് കാര്യം? പറയൂ, കേൾക്കട്ടെ. ഞാൻ അങ്ങയെ കബളിപ്പിക്കുകയായിരുന്നു. ഞാൻ കച്ചവടക്കാരനല്ല, ഒരു കള്ളനാണ്. പക്ഷേ എന്റെ മോശന ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ പരാജയം നേരിട്ടിട്ടില്ല. പക്ഷേ ഞാൻ ഇത്തവണ അങ്ങേക്ക് മുന്നിൽ പരാജയപ്പെട്ടു. ഇനിയെങ്കിലും എന്നോട് പറയൂ, നിങ്ങൾ രാത്രിയിൽ പണം എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചത്? നിങ്ങളുടെ ആ രഹസ്യം അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. നിന്നെ കണ്ടപ്പോൾ തന്നെ നീ കള്ളനാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷെ താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ രഹസ്യം ഞാൻ പറഞ്ഞു തരണമെങ്കിൽ എനിക്കൊരു വാക്ക് തരണം. എന്താണത്? ഇനി ഒരിക്കലും മോഷ്ടിക്കില്ല എന്ന്. ഇല്ല, ഞാൻ ഇനി മോഷ്ടിക്കില്ല. പറയൂ. നിങ്ങൾ ഒരിക്കലും കണ്ടെത്താത്ത സ്ഥലത്ത് ഞാൻ പണം ഒളിപ്പിച്ചു. പക്ഷെ എവിടെ? ഞാൻ അത് എല്ലായിടത്തും തിരഞ്ഞിരുന്നല്ലോ. നിങ്ങളുടെ തലയണയ്ക്കടിയിൽ നിങ്ങൾ തിരഞ്ഞിരുന്നോ? എന്ത്? ഞാൻ നിങ്ങളുടെ തലയണക്കടിയിലാണ് തിരഞ്ഞത്, പക്ഷേ ഒന്നും കണ്ടെത്തിയില്ല. എന്റെ തലയണക്കടിയിൽ ഞാൻ എന്തിന് നിങ്ങളുടെ പണം അന്വേഷിക്കണം? എന്റെ പണം നിങ്ങൾ ഒരിക്കലും അന്വേഷിക്കാത്ത ഒരേ ഒരു സ്ഥലം അതാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇത് കേട്ട കള്ളൻ മന്ത്രിയെ വണങ്ങി. പിന്നീട് ഒരിക്കലും അയാൾ മോഷ്ടിച്ചിട്ടില്ല. ഹായ്, നല്ല നെയ്യപ്പത്തിന്റെ മണം. അമ്മ നെയ്യപ്പം ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വാ, പോയി നോക്കാം. അമ്മേ, മുത്തശ്ശി എവിടെ പോയി? കോഴികളെ നോക്കി പുറത്തുണ്ട്. മുത്തശ്ശി, അമ്മ അടിപൊളി നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടോ? എങ്ങനെയുണ്ട് നെയ്യപ്പം? ഇഷ്ടമായോ? അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് മുത്തശ്ശിക്ക് അറിയാമോ? ഇത് നല്ല വറുത്ത അരിപ്പൊടിയും ശർക്കരയും എള്ളും പഴവും നെയ്യും ഏലക്കായും എല്ലാം ചേർത്ത് എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നതാണ്.
നല്ല രസമുണ്ട് കഴിക്കാൻ. ഇനി എന്നും അമ്മയോട് ഉണ്ടാക്കി തരാൻ പറയണം. അയ്യോ അയ്യോ മുത്തശ്ശി, എന്റെ നെയ്യപ്പം കാക്ക തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. സാരമില്ല, കരയണ്ട. മുത്തശ്ശി വേറെ എടുത്തു തരാം. കരയല്ല മോളെ. എന്ത് പറ്റി? എന്തിനാ കരയുന്നത്? അവളുടെ നെയ്യപ്പം കാക്ക തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. ഓ, അതാണോ കാര്യം? അത് സാരമില്ല, പോട്ടെ. ദാ ഇവിടെ ഇനിയും ഉണ്ടല്ലോ നെയ്യപ്പം. മുത്തശ്ശി, എന്നാൽ ഇന്ന് ഒരു കാക്കയുടെ കഥ പറഞ്ഞു തരുമോ? അതിനെന്താ? എന്നാൽ ഇന്ന് മോളുടെ നെയ്യപ്പം കട്ടുകൊണ്ടുപോയ ആ കാക്കയുടെ കഥ തന്നെ ആവട്ടെ. മോളുടെ നെയ്യപ്പവുമായി കാക്ക നേരെ പോയത് ഒരു കാട്ടിലേക്കാണ്. അപ്പോഴാണ് ഒരു കുരങ്ങൻ അതുവഴി വന്നത്. പെട്ടെന്നാണ് നെയ്യപ്പത്തിന്റെ മണം കുരങ്ങന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഹായ്, എവിടെ നിന്നാണ് ഈ മണം വരുന്നത്? കുരങ്ങൻ മണം വരുന്ന സ്ഥലത്തേക്ക് ലക്ഷ്യം വെച്ച് നടന്നു. നല്ല നെയ്യപ്പത്തിന്റെ മണമാണല്ലോ. ഈ കാട്ടിലിപ്പോ ഇതാരാണ് ഇത്രയും മണമുള്ള നെയ്യപ്പം ഉണ്ടാക്കാൻ? അതും ഞാൻ അറിയാതെ. ഇത് കണ്ട കൊതിയനായ കുരങ്ങൻ മുളച്ചിറക്കി. അപ്പോ അവിടെ നിന്നാണ് മണം വന്നത്. ഇവൾക്ക് ഇത് എവിടുന്ന് കിട്ടി? ആ നെയ്യപ്പം കുറച്ച് ചോദിച്ചു നോക്കിയാലോ? അങ്ങനെ ചോദിച്ച ഉടനെ തന്നെ തരാൻ മാത്രം മണ്ടിയല്ല. എന്തെങ്കിലും ഒരു സൂത്രം ഒപ്പിക്കണം. സൂത്രത്തിൽ ചോദിച്ചാലേ കിട്ടും. കറുപ്പ് താ എനക്ക് പിടിച്ച കളറേ, തന്നെ താനേ. എന്താ കുരങ്ങച്ചാരെ, പാട്ടൊക്കെ പാടി നല്ല സന്തോഷത്തിലാണല്ലോ. അത് പിന്നെ എന്റെ പാട്ട് നിങ്ങൾക്കൊക്കെയല്ലേ കേൾക്കാൻ ഇഷ്ടമില്ലാത്തത്? എന്റെ പാട്ട് കൊണ്ട് എന്നെ പണ്ട് നാട് കടത്തിയവരല്ലേ നിങ്ങൾ. എനിക്ക് എന്റെ പാട്ട് അന്നും ഇന്നും ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടുമ്പോഴും പാട്ട് കേൾക്കുമ്പോഴും കിട്ടുന്ന സന്തോഷം നിങ്ങളെപ്പോലെ സംഗീത ബോധമില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആര് പറഞ്ഞു എനിക്ക് സംഗീത ബോധമില്ല എന്ന്? കുയിൽ റഹ്മാന്റെ മ്യൂസിക് ട്രൂപ്പിൽ പാടാൻ ക്ഷണം കിട്ടിയതാ എനിക്ക്. ഞാൻ പോവാഞ്ഞിട്ടല്ലേ? ഓ പിന്നെ ഉളുവടിക്കാതെ. ഹേയ്, ഉളുവടിച്ചതല്ല. സത്യം പറഞ്ഞാൽ എന്റെ പാട്ടിനോട് മത്സരിക്കാൻ കുയിൽ റഹ്മാന് പോലും ആവില്ല. അതുകൊണ്ടല്ലേ അങ്ങേരുടെ ട്രൂപ്പിലേക്ക് പാടാൻ വിളിച്ചത്. അപ്പോൾ അതാണ് കാര്യം. എന്ത് കാര്യം? ഈയിടെയായി കാട്ടിലൊരു സംസാരമുണ്ട്. എന്ത് സംസാരം? എന്നെക്കാൾ നല്ല പാട്ട് നിന്റെയാണെന്ന്. അത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ശരിയാണോ എന്നറിയാൻ നമുക്കൊരു മത്സരം വെച്ചാലോ? എന്താ? അതിനെന്താ, ഞാൻ റെഡി. എന്നാൽ തുടങ്ങിയേക്കാം. ആദ്യം നിന്റെ പാട്ട് തന്നെ ആയിക്കോട്ടെ. കറുപ്പിനഴക്, ഓ വെളുപ്പിനഴക്. ഓ നിർത്ത്. ഇങ്ങനെയാണോ പാടുക? സംഗതി വന്നില്ല. പാടുമ്പോ ശരീരം അതിൽ ലയിച്ചില്ലാതാകണം. പാടുമ്പോൾ നമ്മളറിയാതെ ആടണം. ഓക്കെ, എന്നാ പിടിച്ചോ. കറുപ്പിനഴക്, ഓ വെളുപ്പിനഴക്. അയ്യോ! കാക്ക ആടിപ്പാടിയപ്പോൾ നെയ്യപ്പം പെട്ടെന്ന് താഴേക്ക് വീണു. താങ്ക്സ്. എന്നാ ഞാൻ അങ്ങോട്ട്. നിന്റെ പാട്ട് തന്നെ സൂപ്പർ. കള്ളക്കുരങ്ങ, പണി പറ്റിച്ചില്ലേ? കുരങ്ങൻ നെയ്യപ്പം കിട്ടിയ സന്തോഷത്തിൽ നടന്നുപോയി. അപ്പോഴാണ് അതുവഴി നമ്മുടെ ആനക്കുട്ടി നടന്നു വന്നത്. അയ്യോ, ആനക്കുട്ടിയല്ലേ ആ വരുന്നത്? അവൻ ഈ നെയ്യപ്പം കണ്ടാൽ വേണ്ടി വരും. അവന് മൂക്കിൽ വലിക്കാൻ പോലും ഇത് കാണില്ല. എന്നാലും അവൻ കാണാതെ ഇത് ഒളിപ്പിച്ചു വെക്കാം. എങ്ങോട്ടാ കുരങ്ങച്ച പതിവില്ലാതെ? ഹേയ്, ഒന്നുമില്ല. ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്
മോർണിംഗ് വാക്ക് ഉച്ചക്ക്. സത്യം പറ, എന്താ ഒരു കള്ളലക്ഷണം? ഹേയ്, അത് ജന്മനാ ഉള്ളതാ, ഒന്നുമില്ല, നിനക്ക് തോന്നുന്നതാ. അതെനിക്കറിയാം. എന്താ നിന്റെ കയ്യിൽ? നോക്കട്ടെ. ഒന്നുമില്ല, ദാ കണ്ടില്ലേ. അപ്പോഴാണ് കാക്ക അതുവഴി വന്നത്. ആനച്ചാരെ, ഈ കുരങ്ങൻ എന്റെ കയ്യിൽ നിന്നും നെയ്യപ്പം സൂത്രത്തിൽ കൈക്കലാക്കി. അമ്പട കള്ള. അപ്പൊ അതാണല്ലേ എന്റെ മുന്നിൽ ഒളിച്ചു കളിച്ചത്? അത് പിന്നെ നല്ല നെയ്യപ്പം കഴിച്ചിട്ട് കാലം കുറെ ആയി. നിനക്ക് എന്നോട് ചോദിച്ചാ പോരായിരുന്നോ? ഞാൻ തരുമായിരുന്നല്ലോ. ആ നെയ്യപ്പം ഇങ്ങു തന്നെ, നമുക്കെല്ലാവർക്കും വീതിച്ചെടുക്കാം. അതല്ലേ കാട്ടിലെ നിയമം. അങ്ങനെ ആ നെയ്യപ്പം അവർ പരസ്പരം വീതിച്ചു കഴിച്ചു. സൂത്രത്തിൽ നേടുന്നതൊന്നും ശാശ്വതമല്ല. ഇതെന്താണ് ടോമി, നിന്നോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഫ്രിഡ്ജിലുള്ള എല്ലാ മിഠായികളും ഇങ്ങനെ എടുത്തു കഴിച്ചാൽ നിനക്ക് വല്ല അസുഖവും വരും കേട്ടോ. കുറെ കാലമായി കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ, ഇന്ന് തന്നെ ആയിക്കോട്ടെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ടോമി വീട്ടിലെത്തിയാൽ ഏതു നേരം തീറ്റയാണ്. ഞാൻ ഇന്നും കൂടി അവനെ വഴക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ. പിള്ളേരല്ലേ, എന്റെ ഒരു സന്തോഷത്തിന് ഞാൻ എല്ലാവരെയും വിളിക്കാം. നിന്റെ ഇഷ്ടം. മക്കളെ, എല്ലാവരും ഇങ്ങ് വന്നേ. ഇന്ന് ആന്റിയുടെ വക എല്ലാവർക്കും ഐസ്ക്രീം. ടോമി, പോകുന്നതൊക്കെ കൊള്ളാം. പോയിട്ട് ആന്റിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് ശല്യം ചെയ്യരുത്, വാശി പിടിക്കരുത്. നല്ല കുട്ടിയായിരിക്കണം. നീ അവനെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. അവൻ നല്ല കുട്ടിയാണല്ലോ, അല്ലേ മോനെ? ഊവ്, നിനക്ക് തികച്ചറിയാഞ്ഞിട്ടാ അവനെ. നീ വരുന്നില്ലേ? ഇല്ല, നിങ്ങൾ പോയിട്ട് വാ. ടോമിയുടെ അച്ഛൻ വരാൻ സമയമായി. ഞാൻ ഇവിടെ ഇല്ലേ, ഇപ്പൊ വിളി തുടങ്ങും. സൂക്ഷിച്ചു പോണേ. ഇവിടെ അടുത്തേക്കല്ലേ, കാറുണ്ടല്ലോ. ഞാൻ വേഗം വീട്ടിൽ കൊണ്ടാക്കാം. കുട്ടികളെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം വാങ്ങി കഴിച്ചോ? ഏതാണെന്ന് പറഞ്ഞാൽ മതി, ആ ചേട്ടൻ എടുത്തു തരും. എനിക്കൊരു വലിയ വാനില ഐസ്ക്രീം. എന്നാൽ എനിക്കൊരു ചോക്ലേറ്റ്. എനിക്കൊരു സ്ട്രോബെറി. ഓ, എന്നാൽ എനിക്ക് എല്ലാം വേണം. എല്ലാം ഓരോ സ്ക്യൂബ് വീതം പോന്നോട്ടെ. അയ്യോ, എന്റെ ഐസ്ക്രീം താഴെ പോയല്ലോ. നീ എന്തിനാ എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞത്? അതുകൊണ്ടല്ലേ അത് മുഴുവൻ നിലത്ത് പോയത്. കഴിക്കാൻ ഒരു സ്ക്യൂബ് തന്നെ ധാരാളമാണ്, അത് ഏത് ഫ്ലേവർ ആയാലും. സാരമില്ല, പോട്ടെ, നമുക്ക് വേറെ വാങ്ങാം. എന്നാൽ എനിക്ക് ഏതെങ്കിലും ഒരു ഫ്ലേവർ, ഒരു സ്ക്യൂബ് മാത്രം മതി. ചില്ലിൻകൂട്ടിൽ കേറിക്കൂടി എന്നെപ്പോലെ
ഒരു രാജാവ് രാജ്യത്തെ എല്ലാ വൃദ്ധരെയും നാടുകടത്തണമെന്ന് ഉത്തരവിറക്കി. രാജാവിന്റെ ആജ്ഞയല്ലേ, അനുസരിക്കാതെ ഇരുന്നാൽ അവരുടെ തല പോകും. പട്ടാളക്കാർ ഓരോ വൃദ്ധരെയും കണ്ടുപിടിച്ച് നാടുകടത്തി. ഏതോ ഒരു മകൻ മാത്രം തന്റെ വൃദ്ധനായ പിതാവിനെ ആരും അറിയാതെ ഭൂമിക്കടിയിൽ നിലവറയുണ്ടാക്കി രക്ഷപ്പെടുത്തി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അധികം താമസിയാതെ രാജ്യത്ത് കൊടിയ ഭക്ഷ്യക്ഷാമം തുടങ്ങി. മതിയായ ഭക്ഷണം കിട്ടാതെ ആളുകൾ മരണപ്പെട്ടു. ഒടുവിൽ കൃഷി ചെയ്യാൻ പോലും ഒരു മണി നെല്ല് കിട്ടാതെ ജനം വലഞ്ഞു. ഇങ്ങനെ പോയാൽ ഇനി നമ്മളടക്കം എല്ലാവരും പട്ടിണി കിടന്ന് മരിക്കും. ആരെവിടെ? നമ്മുടെ രാജ്യത്തിലെ ഓരോ വീട്ടിലും കയറി ഇറങ്ങി കൃഷി ചെയ്യാനുള്ള വിത്തുകൾ ശേഖരിക്കുക. രാജാവിന്റെ ഉത്തരവ് കേട്ട് പടയാളികൾ വീട് വീടാന്തരം കയറി ഇറങ്ങി വിത്തുകൾ അന്വേഷിച്ചു. എവിടെ നിന്ന് കിട്ടാൻ? രക്ഷയില്ലാതെ വന്നപ്പോൾ ആളുകൾ രാജ്യം വിട്ടു പോകാൻ തുടങ്ങി. അങ്ങനെ പിതാവിനെ രഹസ്യമായി പാർപ്പിച്ച മകൻ ഒരു ദിവസം അച്ഛനെ കണ്ടു പറഞ്ഞു, അച്ഛാ, ഇനി നാം ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഭക്ഷണമില്ലെന്ന് മാത്രമല്ല, ഒരു ഭക്ഷ്യധാന്യത്തിന്റെയും വിത്ത് പോലും കിട്ടാനില്ല. അതുകൊണ്ട് പട്ടിണി കിടന്നു മരിക്കാതെ നമുക്ക് സ്ഥലം വിടാം. എന്നാൽ ആ പിതാവ് അതിന് സമ്മതിച്ചില്ല. നീ നാളെ നമ്മുടെ ഗ്രാമത്തോട് ചേർന്നുള്ള കുന്നിൻ താഴ്വരയിൽ നാളെ മുതൽ കലപ്പ കൊണ്ട് ഉഴുത് എന്നും വെള്ളവും വളവും ഇടണം. അവിടെ കൃഷി ചെയ്യണം. ഒരു തരി വിത്തില്ലാതെ എങ്ങനെയാണ് അച്ഛാ കൃഷി ചെയ്യുക? എന്നാൽ പിതാവ് താൻ പറയുന്നത് പോലെ ചെയ്യാൻ അവനോട് പറഞ്ഞു. അനുസരണശീലമുള്ള ആ മകൻ താഴ്വാരത്തിലെ മണ്ണിനെ ഉഴുതുമറിച്ച് വെള്ളവും വളവും വിതറി. വിത്തില്ലാതെ കൃഷി ചെയ്യുന്ന അവന്റെ പ്രവൃത്തി കണ്ട് അവന് ഭ്രാന്തായെന്ന് എല്ലാവരും വിശ്വസിച്ചു. ആളുകൾ കളിയാക്കി. പക്ഷെ മകൻ അത് കേട്ടു പിന്മാറിയില്ല. അവൻ അച്ഛന്റെ വാക്ക് അക്ഷരം പ്രതി അനുസരിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മകൻ ഉഴുതുമറിച്ച ഭൂമിയിൽ നെല്ലിന്റെ പുതുനാമ്പുകൾ തലപൊക്കി. നിമിഷ നേരത്തിനുള്ളിൽ ജനം അവിടേക്ക് ഒഴുകിയെത്തി. വിവരമറിഞ്ഞ രാജാവ് അവനെ പിടിച്ചുകൊണ്ടുവരാൻ പടയാളികളെ അയച്ചു. പടയാളികൾ വന്നപ്പോൾ നെൽവിത്തുകൾ നൽകാതെ ഒളിപ്പിച്ചു വെച്ച നിനക്ക് രാജ്യദ്രോഹത്തിന് നാം വധശിക്ഷ വിധിക്കുന്നു. പ്രഭു, മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു ആഗ്രഹമുണ്ട്. അങ്ങയുടെ കൽപ്പന അനുസരിക്കാതെ ഞാൻ എന്റെ പിതാവിനെ എന്റെ വീടിന്റെ നിലവറയിൽ ഒളിപ്പിച്ച് സംരക്ഷിക്കുകയായിരുന്നു. എന്റെ പിതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ അവരെ ഉഴുതുമറിച്ച് വെള്ളമൊഴിച്ചത്. ഒരു വിത്ത് പോലും എന്റെ കയ്യിലില്ലായിരുന്നു. അവിടെ മെയ് വിത്തുകൾ മുളച്ചതിന്റെ രഹസ്യം എന്റെ പിതാവിൽ നിന്നും അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. ഉടൻ തന്നെ പിതാവിനെ പിടിച്ചുകൊണ്ടുവരാൻ രാജാവ് കൽപ്പിച്ചു. രാജസന്നിധിയിൽ എത്തിയ വൃദ്ധനോട് രാജാവ് വിത്ത് വിതയ്ക്കാതെ നെൽച്ചെടികൾ വളർന്നു വന്നത് എങ്ങനെയെന്ന് അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞു, രാജൻ, എല്ലാ കൊല്ലവും ധാന്യങ്ങൾ നിറച്ച വണ്ടിയുമായി അയൽ രാജ്യത്തേക്ക് വിൽപ്പനയ്ക്ക് ഞങ്ങൾ പോയിരുന്നത് ആ കുന്നിൻ താഴ്വരയിൽ കൂടിയായിരുന്നു. ദുർഘടമായ ആ വഴിയിലൂടെ പോകുമ്പോൾ കാളവണ്ടിയുടെ ചക്രങ്ങൾ കുലുങ്ങി നെൽവിത്ത് മണ്ണിൽ വീണു പോകും. അതുകൊണ്ടാണ് അവിടെ ഉഴുതുമറിക്കാനും വെള്ളം ഒഴിക്കാനും ഞാൻ മകനോട് പറഞ്ഞത്. അവിടെ ഉറങ്ങിക്കിടക്കുന്ന വിത്തുകൾ ആവശ്യത്തിന് വെള്ളവും വെളിച്ചവും കിട്ടുമ്പോൾ മുളയ്ക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. രാജാവ് അതിശയത്തോടെ വൃദ്ധന്റെ വാക്കുകൾ കേട്ടിരുന്നു. നാട്ടിലെ വൃദ്ധരെ എല്ലാം നാടുകടത്തിയ താൻ എന്തു മണ്ടത്തരമാണ് ചെയ്തതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. വൃദ്ധനായ പിതാവിന് കൈ നിറയെ സമ്മാനം കൊടുത്ത് രാജാവ് നാടുകടത്തിയ വൃദ്ധരെയെല്ലാം തിരികെ എത്തിക്കാൻ ഉത്തരവിടുകയും ചെയ്തു.